പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദ്വീപികാരണനാഥനായ ഈശോയെ, അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ വളർത്തിയതിനെ ഓർത്ത്, ഞങ്ങളുടെ കൂടെ നിന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസമേറിയ സമയങ്ങളിൽ ഞങ്ങളുടെ ഒപ്പമായിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സങ്കീർത്തനം 118:24 നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി തന്ന ഒരു പുതിയ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് കനിഞ്ഞു നൽകിയ എല്ലാ നന്മകൾക്കും, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കരുണയ്ക്കും ഈശോയെ സ്തുതി. എൻ്റെ ഈശോയെ, നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങനെ നിൻ്റെ സ്നേഹമെന്നിൽ നിറയുമ്പോഴാണ് എൻ്റെ ഈശോയെ നിന്നെയും കൂടുതൽ സ്നേഹിക്കാനായിട്ട്, മറ്റുള്ളവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനുമായിട്ട് സാധിക്കുക. തിമോത്തിയോസുകാർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മിങ്ങനെ കാണുന്നുണ്ടല്ലോ. ഭയമില്ലാത്തൊരു മനസ്സിനെക്കുറിച്ച് ദിവസം മുഴുവൻ ധൈര്യത്തോടുകൂടിയായിരിക്കുവാൻ തമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ, എല്ലാ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത് എന്ന് 2 തിമോത്തി 1:7 നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവൻ, നമ്മുടെ ഉള്ളിലുള്ളവൻ ശക്തനാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പരമകാരുണ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഭയമില്ലാത്ത മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ഈശോയുടെ കൂടെയായിരിക്കുന്നതിൽ, സത്യം പറയുന്നതിൽ, നന്മ ചെയ്യുന്നതിൽ, അങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു ഭയമില്ലാത്ത മനസ്സാണ്. അതുകൊണ്ടാണ് ദൈവം ആത്മാവിനെ സമൃദ്ധമായി നമ്മളിൽ നൽകിയിരിക്കുക. അങ്ങനെ വേദനിച്ചിരിക്കുന്ന, പേടിച്ചിരിക്കുന്ന, ഭയന്നിരിക്കുന്ന ഒരു ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട 3 കാര്യങ്ങളാണ്: ദൈവികമായ ശക്തി, ദൈവികമായ സ്നേഹം, ദൈവികമായ വിവേകം അല്ലെങ്കിൽ അറിവ്. ഈ 3 മേഖലകളിലെയും
നമ്മെ നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിനെയാണ് തമ്പുരാൻ നമുക്ക് ലഭ്യമാകുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ ലഭ്യമാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ആത്മവിശ്വാസം. ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്ന മനോഹരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് സമൃദ്ധമായി ലഭിക്കുമ്പോൾ, ചൊരിയുമ്പോൾ, തമ്പുരാൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തമ്പുരാൻ്റെ കൃപകൾ ഓരോ നിമിഷവും പുതിയതാണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആത്മവിശ്വാസം. തമ്പുരാൻ്റെ കൃപകൾ ഓരോ നിമിഷവും പുതിയതാണ്. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. തമ്പുരാൻ്റെ കൃപകൾ എപ്പോഴും പുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമാണത് ലഭ്യമായി കിട്ടുക. അപ്പം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ മനോഹരമായൊരു ചിന്ത, നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ വേണം നമ്മുടെ അനുദിന ജീവിതത്തെ നമുക്ക് ക്രമീകരിച്ചെടുക്കാനായിട്ട്. പണ്ട് തമ്പുരാൻ്റെ മുമ്പിലായിരുന്നുകൊണ്ട് നമുക്കൊരു നിമിഷം സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ആയിരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ആത്മവിശ്വാസത്തെ നമുക്ക് വളർത്തിയെടുക്കാം. ഈശോയെ, അങ്ങ് നൽകിയിരിക്കുന്ന ആത്മാവിനെ എന്നിൽ പ്രവർത്തനനിരതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് പ്രവർത്തനനിരതമാകുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയോട് അടുത്തിരിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ അനുദിന ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളെയും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ തമ്പുരാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയാനും കൂടി നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ തമ്പുരാൻ നൽകിയ കൃപകളെ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. കാരണം നന്ദിയുള്ള ഹൃദയത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. സാമ്പത്തികമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കൊള്ളട്ടെ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങളാണ് ശരി, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അത് ഫിലിപ്പിയർ 4:13. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്കത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും ഉള്ളത് ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും മനോഹരമായ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് പത്രോസ് 5:7 ആശങ്കകളിൽ നിന്നുള്ള വലിയൊരു മോചനം നമുക്ക് നൽകുന്നുണ്ട്. അവിടെ എപ്പോഴും വചനം പറയുന്നത് ഇതാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. അത് നമ്മുടെ ചിന്തകളൊക്കെയും തമ്പുരാന് പരിപൂർണമായി കൊടുത്തു. കാരണം അവൻ നമുക്കായി കരുതുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആഴെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്നും ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. ഇത് വചനം നമ്മെ ഇങ്ങനെ സ്നേഹത്തോടെ എല്ലാ വിധത്തിലുള്ള ആശങ്കകളിൽ നിന്നുള്ള മോചനം നൽകുകയാണ്. കാരണം ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് എല്ലാ ആശങ്കകളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു വചനമേ ഉള്ളൂ. അത് വചനം നമ്മെ സ്നേഹത്തോടെ കരുതുന്നുണ്ട്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നാമം എപ്പോഴും നമ്മുടെ നാവിലുണ്ടാവട്ടെ. അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. പ്രിയ സഹോദരങ്ങളെ,
ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ വചനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്കെപ്പോഴും സത്യമായതൊക്കെ, നീതിയായതൊക്കെ, നിർമ്മലമായതൊക്കെ, പ്രിയങ്കരമായിട്ടുള്ളതൊക്കെ, സൽകീർത്തി ഉണ്ടാക്കുന്നതും സൽഗുണമായുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കൃപകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് കാരണമായി തീരും. അത് ഫിലിപ്പിയർക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്ത് മനോഹരമായൊരു ചിന്തയാണ്, മനോഹരമായൊരു വചനമാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുക. വലിയൊരു ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. എന്താ ചെയ്യണം, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, വേദനകളെക്കുറിച്ച് ചിന്തിക്കുന്നു, ആശങ്കകളെക്കുറിച്ച് ചിന്തിക്കുന്നു, വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ വചനം നമ്മെ പറയുന്നു അവസാനമായി: സഹോദരൻ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർദ്ദവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവിനെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് വളരെ മനോഹരമാക്കി മാറ്റി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദീപികാരണത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ നമ്മോട് പറയാം: ഞാൻ തന്നെയല്ല, തനിച്ചല്ല ഞാൻ, ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടെ നിന്നെ വഴി നടത്തുന്നു. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ. 2, എൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാവും. അതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. എൻ്റെ പ്രവൃത്തികൾ, ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടും. അതുപോലെ തന്നെ ഞാൻ ഇന്ന് സമാധാനത്തിൻ്റെ വക്താവായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, എല്ലാവരോടും സ്നേഹത്തോടെ, എല്ലാവരോടും കരുതലോടെ, എല്ലാവരോടും സഹോദര്യഭാവത്തോടു കൂടി ഞാൻ പെരുമാറും. ഞാൻ തനിയല്ല എന്നും എൻ്റെ എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടുമെന്നും ഞാനൊരു സമാധാനത്തിൻ്റെ വക്താവാണെന്ന് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനായിട്ട്, ചുറ്റപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഫിലിപ്പി 4:8 നമുക്ക് എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ വലിയ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ഈ ദീപികാരുടെ നമ്മളായിരിക്കുമ്പോൾ അവിടെ നമ്മെ എപ്പോഴും ശ്രവിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് നൽകിയ ചിന്തകൾ പോലും വളരെ വ്യത്യസ്തമാണ്. തമ്പുരാൻ്റെ വലിയ കൃപയാണ്. അവിടെ നമ്മെ കരുതുന്നതിൻ്റെ വലിയ കൃപയാണ്. ആ കരുതൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ യാചനകളും എല്ലാ നിയോഗങ്ങളും നീ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ഈശോയേ, നീ കൂടെ വേണം, കൈപിടിച്ചെന്നേ നടത്തണം. ഭയമെല്ലാം നീ മാറ്റിടണം. വിജയം എനിക്ക് നൽകണം. ഈശോയേ, നീ കൂടെ വേണം, ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ, നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ.
ഞാൻ തളർന്നു വീഴുന്ന നേരിൽ നിന്നാമം ഞാൻ അലലിക്കരയും ആർത്തനാദം നീ കേൾക്കണമേ. കണ്ണുനീർ തീർത്ത് ആശ്വാസം തരും നിന്റെ സ്വരം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്നൊരു മുരളി ഹൃദയതാളം ശാന്തമാകുമ്പോൾ. ഈശോയെ നീ കൂടെ വേണം, ഒരുരക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായിക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യമായാതെ ഇരിക്കേ. ജ്ഞാനത്തിൻ ഉറവിടമാം ദൈവമേ, എൻ ബുദ്ധിയിൽ വെളിച്ചമായി വരേണമേ. ഓർമ്മയുടെ വാതിൽ തുറക്കാം, നിന്റെ സ്പർശം ചാരണമേ. ഏകാഗ്രത മഴയായി വീണൻ ചിതം നനവോടെ നെടുവീർപ്പെടുമേ. പരീക്ഷ വേളയിൽ ഭയം തീർത്തു പക്കൽ നിന്നുറച്ചു താങ്ങണമേ. ഈശോയെ നീ കൂടെ വേണം, ഒരുരക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ